അഡ്വക്കേറ്റ് PM ആതിര കൂടി ചേരുന്നുണ്ട്. ആതിര, പ്രാഥമികമായി ഈ ഇത്തരത്തിലുള്ള പരാതികൾ അന്വേഷിക്കാൻ ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഇതിനോട്, സർക്കാർ നടപടിയോട്? അതെന്തായാലും വേണ്ടത് തന്നെയാണ്. അത് സർക്കാർ ഇപ്പോൾ ആ തീരുമാനം എടുത്തതും വളരെ നന്നായിട്ടുണ്ട്. കാരണം ഈ പരാതിക്കാരികൾ പരാതിയായിട്ട് മുന്നോട്ട് വരാൻ സന്നദ്ധമാകുമോ ഇല്ലയോ എന്നുള്ളത് അവരോട് ചോദിച്ചറിയൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനവർ തയ്യാറാവുകയാണെങ്കിൽ അത് എങ്ങനെയാണ് പോലീസിന് മുന്നിൽ പരാതിപ്പെടേണ്ടതെന്നും കേസിന്റെ വഴികളിൽ എങ്ങനെയാണ് അവരെ കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് സർക്കാരിനും ഈ സമിതിക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് സർക്കാർ നീങ്ങിയത് എന്തുകൊണ്ടും വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ കമ്മിറ്റി മുമ്പാകെ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതാണ്. തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം സ്ത്രീകൾക്ക് വളരെയധികം ആരോപണങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടത് മാത്രമല്ല, അതിനുശേഷം വലിയ തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ. ഇന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന് വരെ ലൈംഗിക പീഡന ആരോപണ പരാതിയിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നു. ഇതുകൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് പുതിയ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ. അതെ, എല്ലാം ഈ പറയുന്ന രീതിയിൽ അനുഭവിച്ച അതിക്രമങ്ങളൊന്നും സ്ത്രീകൾ സഹിച്ചു നിൽക്കേണ്ടതില്ല എന്നും അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും പോലീസും സംവിധാനങ്ങളും കൂടെ ഉണ്ടാകും എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം സമിതികൾക്ക് കഴിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ ഇത്തരം വെളിപ്പെടുത്തലുകളായിട്ട് മുന്നോട്ട് വരികയും അവരെ എക്സ്പോസ്ഡ് ആക്കുന്നത് മാത്രമല്ല അവരുടെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കൂടി വേണ്ടിയുള്ള ഇടപെടൽ ഈ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇത്രയും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പൊല്ലാപ്പ് എന്ന് പറയുന്നത് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന ഇടപെടലുകളാണ് പല മാധ്യമങ്ങളും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ പരാതിപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ഒരു കോൺഫിഡൻസിലേക്ക് അവരെ കൊണ്ടുവരാൻ നിശ്ചയമായും ഈ പ്രഖ്യാപനം സഹായിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ PM ആതിര, ഈ ഒരു സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്.